നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം ജീവനക്കാർക്ക് സ്മാർട്ട് ഫിംഗർ പ്രിന്റ് സംവിധാനം. പൊതുമാപ്പ് അപേക്ഷകർക്ക് കുറഞ്ഞ നിരക്കിൽ നാട്ടിലെത്താൻ UAE സൗകര്യമൊരുക്കുന്നു. പാഴ്സലിൽ കടത്താൻ ശ്രമിച്ച വൻ കഞ്ചാവ് ശേഖരം ഖത്തർ അധികൃതർ പിടികൂടി. ബംഗളൂരു ജിദ്ദ ഇൻഡിഗോ സർവീസ് സെപ്റ്റംബർ 30 മുതൽ. വിദേശത്തുള്ള ഹജ്ജ് തീർത്ഥാടക കാര്യങ്ങളുടെ ഓഫീസുകൾക്കായി നിർദ്ദേശം പുറപ്പെടുവിച്ച അധികൃതർ. ദുബായിൽ വൻ ലഹരിവേട്ട. വിദേശ കൺസൾട്ടന്റ് 60 കഴിഞ്ഞവരുടെ വിസ കുവൈത്ത് പുതുക്കില്ല. കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം ജീവനക്കാർക്ക് സ്മാർട്ട് ഫിംഗർ പ്രിന്റ് സംവിധാനം. കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം ജീവനക്കാർക്ക് സ്മാർട്ട് ഫിംഗർ പ്രിന്റ് സംവിധാനം ഏർപ്പെടുത്തുന്നു. മന്ത്രാലയത്തിന്റെ അറിയിപ്പനുസരിച്ച് ആദ്യം ഹ്രസ്വ കാലയളവിൽ ഇത് നടപ്പിലാക്കും. കുവൈത്ത് മൊബൈൽ ID വഴി രജിസ്റ്റർ ചെയ്ത് യൂസർ നെയിം പാസ്വേഡ് നേടിയ ശേഷം ആപ്പ് സ്റ്റോറിൽ നിന്നോ ഗൂഗിളിൽ നിന്നോ ടൈം 365 പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്താണ് ഉപയോഗിക്കേണ്ടത്. നിലവിൽ 2 നേരം വെച്ച് പഞ്ചിങ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ആഴ്ച മുതൽ 3 നേരം ആക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, കുവൈത്ത്. പൊതുമാപ്പ് അപേക്ഷകർക്ക് കുറഞ്ഞ നിരക്കിൽ നാട്ടിലെത്താൻ UAE സൗകര്യമൊരുക്കുന്നു. പൊതുമാപ്പ് അപേക്ഷകർക്ക് കുറഞ്ഞ നിരക്കിൽ നാട്ടിലെത്താൻ UAE സൗകര്യമൊരുക്കുന്നു. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ഇത് സംബന്ധിച്ച് വിവിധ വിമാന കമ്പനികളുമായി ചർച്ച നടത്തി. ഉദാരമതികളുടെ സഹായത്തോടെയും അതത് രാജ്യങ്ങളിലെ എംബസി മുഖേനയും സൗജന്യ ടിക്കറ്റിനെയാണ് പലരും ആശ്രയിക്കാറുള്ളത്. സ്വദേശി എയർലൈനുകളുടെ പാത പിന്തുടർന്ന് ഇന്ത്യൻ വിമാന കമ്പനികളും നിരക്ക് കുറച്ചാൽ ഒട്ടേറെ പേർക്ക് പ്രയാസമില്ലാതെ നാട്ടിലെത്താനാകും. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. പാഴ്സലിൽ കടത്താൻ ശ്രമിച്ച വൻ കഞ്ചാവ് ശേഖരം ഖത്തർ അധികൃതർ പിടികൂടി. രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച വൻ കഞ്ചാവ് ശേഖരം ഖത്തർ അധികൃതർ പിടിച്ചെടുത്തു. ആഭരണങ്ങളും കരകൗശല വസ്തുക്കളും അടക്കം ചെയ്ത പാഴ്സലിൽ നിന്നും 17 കിലോയോളം വരുന്ന കഞ്ചാവാണ് അധികൃതർ പിടിച്ചെടുത്തത്. പ്രാഥമിക പരിശോധനയിൽ കസ്റ്റംസ് അധികൃതർക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് ഹമദ് തുറമുഖത്തും തെക്കൻ തുറമുഖത്തുമായി നടന്ന വിശദ പരിശോധനയിലാണ് പാഴ്സലിന്റെ മരപ്പെട്ടി തുളച്ച് ഒളിപ്പിച്ചു വെച്ച കഞ്ചാവ് കണ്ടെത്തിയത്. എവിടെ നിന്നാണ് രാജ്യത്തേക്ക് കഞ്ചാവ് ശേഖരം എത്തിയതെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദോഹ. ബംഗളൂരു ജിദ്ദ ഇൻഡിഗോ സർവീസ് സെപ്റ്റംബർ 30 മുതൽ. ഇൻഡിഗോ വിമാന കമ്പനി ബംഗളൂരുവിൽ നിന്ന് ജിദ്ദയിലേക്ക് നേരിട്ട് സെപ്റ്റംബർ 30 സർവീസ് ആരംഭിക്കുന്നു. ജിദ്ദയിൽ നിന്ന് ഇന്ത്യയിലെ 6 സെക്ടറുകളിലേക്കായി ആഴ്ചയിൽ 49 സർവീസുകൾ ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ജിദ്ദ. വിദേശത്തുള്ള ഹജ്ജ് തീർത്ഥാടക കാര്യങ്ങളുടെ ഓഫീസുകൾക്കായി നിർദ്ദേശം പുറപ്പെടുവിച്ച അധികൃതർ. ഹജ്ജ് തീർത്ഥാടനം രാഷ്ട്രീയമോ വിഭാഗീയമോ ആയ ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യാൻ അനുവദിക്കില്ലെന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം. വിദേശത്തുള്ള ഹജ്ജ് തീർത്ഥാടക കാര്യങ്ങളുടെ ഓഫീസുകളുടെ പ്രവർത്തനത്തിനുള്ള കരട് ചട്ടങ്ങളുടെ ഭാഗമാണ് ഈ നിർദ്ദേശം. പൊതുക്രമം, പൊതുസുരക്ഷ, പൊതുസമാധാനം അല്ലെങ്കിൽ പൊതുജന ആരോഗ്യം എന്നിവയെ തടസ്സപ്പെടുത്തുന്ന ഏതെങ്കിലും രീതികളിലോ ഒത്തുചേരലുകളിലോ തങ്ങളുടെ തീർത്ഥാടകർ ഏർപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഈ ഓഫീസുകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ജിദ്ദ. ദുബായിൽ വൻ ലഹരിവേട്ട. എയർ കാർഗോ വഴി ദുബായിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച 1 ടണ്ണിലേറെ ലഹരി മരുന്ന് കസ്റ്റംസ് പിടികൂടി. നിരോധിത മരുന്ന് 40 ബാരലുകളിലായി ഒളിപ്പിച്ച് കടത്തുകയായിരുന്നു. നിരോധിത വസ്തുക്കൾ കടത്താനുള്ള ശ്രമം നൂതന സംവിധാനങ്ങളുടെ സഹായത്തോടെയാണ് തടഞ്ഞത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. വിദേശ കൺസൾട്ടന്റ് 60 കഴിഞ്ഞവരുടെ വിസ കുവൈത്ത് പുതുക്കില്ല. സർക്കാർ പദ്ധതികളുടെ കൺസൾട്ടന്റുമാരായി പ്രവർത്തിക്കുന്ന 60 വയസ്സ് കഴിഞ്ഞ വിദേശികളുടെ വിസ പുതുക്കുന്നത് കുവൈത്ത് നിർത്തി. സ്വദേശികൾക്ക് കൂടുതൽ അവസരം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. 49 ലക്ഷം വരുന്ന കുവൈത്ത് ജനസംഖ്യയിൽ 33 ലക്ഷവും ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികളാണ്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, കുവൈത്ത്. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ.
ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.